ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മേവരെയും നയിക്കുമാറാകട്ടെ. അപ്പോ നമ്മുടെ ജീവിതാരോഗ്യത്തെ കുറിച്ച് പറഞ്ഞു വരുമ്പോ പലപ്പോഴും നമ്മളെ അനിശ്ചിതത്വം ബാധിക്കുന്നത് കാണാറുണ്ട്. അനിശ്ചിതത്വം എന്നുള്ള ആ ഒരു അവസ്ഥ നമ്മളിൽ പലപ്പോഴും ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കും, വ്യക്തതകൾ ഉണ്ടാക്കും. പലപ്പോഴും നമ്മള് ജീവിതം തന്നെ സ്റ്റക്കായി പോകുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. അപ്പൊ ഈ അനിശ്ചിതത്വം നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ചിന്ത. അതിനെക്കുറിച്ച് നമ്മളിവിടെ പറയുന്ന രീതി ഈ വിധമാണ്. Uncertainties will be resolved when we lead them to the will of nature. ബോധപരിണാമമാണ് കാലം. രേഖീയ യുക്തിയിൽ നിന്നും നോക്കുന്ന കേവല മനുഷ്യബോധത്തിന് ഈ പരിണാമത്തെ ബോധ്യമാകാനാകില്ല. അതിനാൽ ഉരുവാകുന്ന കാലവ്യക്തത ഇല്ലായ്കയുടെ പരിമിതിയാണ് മനുഷ്യ ജീവിതത്തിൽ അനുഭവിക്കുന്ന അനിശ്ചിതത്വം. എന്നാൽ ആയിരിക്കേണ്ടവയെ സമീകരിക്കാൻ പ്രകൃതിയിൽ നിയതമായ ഒരു പരിണാമ നിർദ്ധരണയുണ്ട്. അതിനോട് തുല്യമായോ ക്ഷണികാവർത്തിതമായോ ഗുരുത്തപ്പെട്ട് ചേർന്ന് നിൽക്കാനായാൽ എല്ലാ അനിശ്ചിതത്വങ്ങളെയും അവൻ ശുഭതരണങ്ങളാക്കുന്നത് കാണാനാകും. അപ്പോ ഇതാണ് അനിശ്ചിതത്വത്തെ കുറിച്ച് നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോ അനിശ്ചിതത്വം എന്ന് പറയുന്നത് എന്താണ്? പ്രകൃതി എല്ലാത്തിനും സ്വാഭാവികമായിട്ട് നമുക്കറിയാം. ഇതിൽ എല്ലാ കാര്യങ്ങളും നിയതമായ രീതിയിൽ കൊണ്ടിരിക്കും. ആ നിയതമായ രീതിയിൽ പ്രവർത്തിക്കുന്നതിനകത്ത് ചില പ്രത്യേക ഭാഗങ്ങളിൽ ഈ മുൻകൂട്ടി തീരുമാനിച്ചതല്ലാത്ത ചില ഇടങ്ങൾ പ്രകൃതി കൽപ്പിച്ചു നൽകിയിട്ടുണ്ട്. ഉദാഹരണത്തിന് നമുക്ക് നമ്മുടെ ധിഷ്ണയ്ക്കനുസരിച്ച്, നമ്മുടെ സ്വേച്ഛക്കനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ട്. പക്ഷെ എത്ര വരെ? നമ്മൾ പശുവിനെ കുട്ടി പലവരും പറഞ്ഞിട്ടുള്ളതാണ്. ആ കുട്ടിയിൽ കിട്ടിക്കഴിഞ്ഞാൽ കുട്ടിയുടെ പരിധി വരെ പോകാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് തന്നിരിക്കുകയും അതിനിടയിൽ എവിടെയെല്ലാം പോകണമോ എന്തെല്ലാം ചെയ്യണമോ എന്നുള്ള യുക്തിക്കനുസരിച്ച് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുകയും എന്നാൽ അതിന് പരിധി കൽപ്പിക്കുകയും ചെയ്യുന്നൊരവസ്ഥ. അപ്പോ ഈ വിധം ഒരു ക്രമീകരണം നമുക്ക് ചുറ്റും ഉണ്ടാക്കി വെച്ചുകൊണ്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം തരുന്നത്. സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്, പക്ഷെ അതിന് പരിധിയുണ്ട്. അപ്പൊ ഈ ഒരു കോൺട്രാസ്റ്റ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നിലനിന്ന് പോകും. നമ്മൾ പഠിച്ചിട്ടുണ്ട് ബോധത്തിന്റെ പരിണാമമാണ് കാലം. ബോധം നമ്മളിൽ ഒരവസ്ഥയിൽ നിന്നും മറ്റൊരവസ്ഥയിലേക്ക് മാറുന്ന, പരിണമിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ കാലം എന്ന് മനസ്സിലാക്കുന്നത്. നമ്മൾ ഘടികാരം ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ പഞ്ചാംഗം ഉപയോഗിച്ചിട്ടാണ് ഈ ബോധത്തെ ഉൾക്കൊള്ളുന്നത്. അപ്പൊ ബോധത്തെ നമ്മൾ സത്യത്തിൽ മനസ്സിലാക്കുന്നത് കാലം എന്ന പേരിലാണെങ്കിലും അവിടെ ബോധപരിണാമമാണ് സംഭവിക്കുന്നത്. അവിടെ രേഖീയ യുക്തിയിൽ നിന്നും നോക്കുന്ന കേവല മനുഷ്യബോധത്തിന് ഈ പരിണാമത്തെ മനസ്സിലാവും. പരിണാമമാണ് സംഭവിക്കുന്നത് മനസ്സിലാവും. കാരണം രേഖീയ യുക്തിയിലാണ് മനുഷ്യബോധം ഇതിനെ കാണുന്നത്. അതിനാൽ ഒരു 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 കാലവ്യക്തതയില്ലായ്ക നമുക്ക് അനുഭവപ്പെടാം. കാരണം പരിണാമം എന്ന് പറയുന്നത് ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു അവസ്ഥയുണ്ട്. എ എന്നുള്ളൊരു സ്റ്റേറ്റ് ഉണ്ട്, നാളെ ബി എന്നുള്ള സ്റ്റേറ്റിലേക്ക് മാറും. അപ്പൊ എയും ബിയും, എയിൽ നിന്ന് ബി വരെയാണ് ഒഴുകുന്നത്. അപ്പൊ എ ബി എന്ന രണ്ട് ഘട്ടങ്ങൾ. അപ്പൊ എ എന്നുള്ളത് നമ്മൾ അനുഭവിച്ച് കഴിഞ്ഞതാണ്, ബി എന്നുള്ളത് വരാനിരിക്കുന്നതാണ്. അതുകൊണ്ട് നമുക്കത് കാണാനാകും. കാരണം നമ്മൾ രേഖീയ ബോധത്തിലാണ് നിൽക്കുന്നത്. അപ്പോ എ എന്നുള്ളത് കണ്ടു, ബി എന്നുള്ളത് കാണാനാകുന്നില്ല. അതുകൊണ്ട് നമുക്ക് ബിയെ കുറിച്ച് അറിയില്ല, ബി എവിടെയാണെന്ന് അറിയില്ല, നമുക്ക് എങ്ങനെയാണെന്ന്. നമുക്ക് ഒരു സാമ്പാർ ഉണ്ടാക്കാൻ അറിയുന്ന ഒരാൾക്ക് സാമ്പാർ എന്നുള്ള ആ ഒരു വസ്തുവിനെ ഉണ്ടാക്കാൻ ഒരുങ്ങുന്ന സമയത്ത് താൻ എവിടെയായിരുന്നു എന്നറിയാം. സാമ്പാർ ഉണ്ടാക്കി താൻ എവിടെ എത്തുമെന്നും പരിചിതനായ ഒരാൾക്ക് മനസ്സിലാവും. അത്രയേ മനസ്സിലാവും. സാമ്പാർ ഉണ്ടാക്കി കഴിയുമ്പോഴേ ഉണ്ടാക്കി കഴിഞ്ഞു എന്ന് പറയാൻ കഴിയും. അപ്പൊ അത് പിന്നീട് സംഭവിക്കുന്ന പ്രകൃതിയിൽ നിർണയങ്ങൾ ഓൾറെഡി ഉണ്ട്. പ്രകൃതിക്ക് ഇക്കാര്യങ്ങൾ അറിയാം, എങ്ങനെയാണ് പോകേണ്ടത് എന്ന് പ്രകൃതിക്ക് അറിയാം. അപ്പൊ സ്വാഭാവികമായിട്ടും രേഖീയ യുക്തിയിൽ നിന്നും നോക്കുന്ന കേവല മനുഷ്യബോധത്തിന്
ഈ കാലത്തിന്റെ പരിണാമം മനസ്സിലാകാതിരിക്കും. പ്രകൃതിയിലാണെങ്കിലും ഇത് നിർണയിച്ചു കഴിഞ്ഞതാണ്. അപ്പോ ഈ നിർണയം എന്താണെന്നുള്ള വ്യക്തതയില്ലായെങ്കിയുടെ പരിമിതി മനുഷ്യൻ അവിടെ അനുഭവിക്കുന്ന അനിശ്ചിതത്വമുണ്ട്. പ്രകൃതിയിൽ നിശ്ചയമുണ്ട്, നിർണയമുണ്ട്. മനുഷ്യനത് മനസ്സിലാവില്ല. അതുകൊണ്ട് അവനത് ഫീൽ ചെയ്യുന്നത് നിശ്ചയമില്ല എന്നുള്ള അവസ്ഥയാണ്, നിർണയമില്ല എന്നുള്ള അവസ്ഥയാണ്. എന്താണെന്ന് മനസ്സിലാകാം. പ്രകൃതിയിൽ അത് ഓൾറെഡി ഉണ്ട്, ഇവനത് ഇല്ല. ഇല്ലാതെയാണോ? അല്ല, ഇവന് മനസ്സിലാകാതെയാണ്. അപ്പോ അവന് അത്തരത്തിൽ അനുഭവിക്കുന്ന ഒരു അനിശ്ചിതത്വം അവിടെ ഉണ്ടാവും. ഈ ശുഭമായിരിക്കുക എന്നൊരു കാര്യമില്ല. ഇപ്പൊ ഒരു കാര്യം പ്രവർത്തിച്ചു തുടങ്ങി, പ്രവർത്തിച്ച് തീരുക എന്നുള്ളത് ആകുമ്പോഴാണ് അത് സമീകരിക്കപ്പെടുന്നത്, അല്ലെ? ഞാനത് സ്വിച്ച് ഓൺ ചെയ്ത് ഏത് ഓഫ് ആവണം, അപ്പോഴാണ് സമീകരിക്കപ്പെടുന്നത്. അപ്പോ ശുഭമായിരിക്കേണ്ടവയാണ്, എല്ലാം ശുഭമായിരിക്കണം എന്നതാണ് പ്രകൃതിയുടെ അവസ്ഥ. അതിനെ സമീകരിക്കാൻ പ്രകൃതിയിൽ കൃത്യമായിട്ടുള്ള ഒരു ആൽഗോരിതം ഉണ്ട്. എല്ലാ കാര്യങ്ങളും സമീകരിക്കാൻ ഒരു ആൽഗോരിതം. അപ്പോൾ ഒരു പരിണാമം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പരിണാമം അവസാനിക്കുക. പരിണാമം ഇവിടെ നിന്നാണെങ്കിൽ ഇവിടെ നിന്ന് അനങ്ങണമെങ്കിൽ അത് എങ്ങോട്ട് പോകേണ്ടതുണ്ട്, അങ്ങോട്ട് പോവുക എന്നുള്ള ആ ഒരു അവസ്ഥ, ആ അറ്റം എ എന്നുള്ള അവസ്ഥയിൽ നിന്ന് ബി എന്നുള്ള അവസ്ഥയിലേക്ക് പോകേണ്ടതുണ്ടെങ്കിൽ എയിൽ നിന്നും തുടങ്ങിക്കഴിഞ്ഞാൽ ബി എത്തുക എന്നുള്ളൊരു കാര്യം. അപ്പൊ അതിനെ സമീകരിക്കാൻ പ്രകൃതിയിൽ കൃത്യമായിട്ട് ഒരു നിർദ്ധരണി, ഒരു ആൽഗരിതം ഉണ്ട്. സാമ്പാർ ഉണ്ടാക്കുമ്പോൾ സാമ്പാർ ഇന്ന വിധമാണ് ചെയ്യേണ്ടത്, ഇന്നതാണ് ക്രമം എന്ന് നല്ലൊരു പാചകക്കാരന് അറിയാം. ഇപ്പോ പാചകം ശാസ്ത്രീയമായി പഠിച്ച ഒരാളെ സംബന്ധിച്ചോളം അയാൾ സാമ്പാർ ഉണ്ടാക്കുന്നതും അതുപോലെ പഠിച്ച മറ്റൊരാൾ സാമ്പാർ ഉണ്ടാക്കുന്നതിന്റെ രുചി ഒരുപോലെ ഇരിക്കും. കാരണം അവർ ഒരു കൃത്യമായ ഒരു ആൽഗോരിതം ഫോളോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആ സാമ്പാറുകൾക്ക് രണ്ടിനും ഒരേ ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ പ്രകൃതിയിൽ ഇതിന് ഈ നിർദ്ധരണി അല്ലെങ്കിൽ ഒരു ആൽഗരിതം കൃത്യമായിട്ടും ഒരു പരിണാമത്തിന്റെ ഒരു ആൽഗരിതം. ഈ ആൽഗരിതം പ്രകൃതിക്കറിയാം, നമുക്കറിയില്ല. അപ്പോ നമുക്കറിയാത്ത ആ ഒരു ആൽഗരിതം, പ്രകൃതിയിലുള്ള ആൽഗരിതം, അതിനോട് തുടർച്ചയായോ ക്ഷണിത ആവർത്തിതങ്ങളായോ എന്നുവെച്ചാൽ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് കണക്ട് ആയോ, സ്ഥിരമായിട്ട് അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്കോ ഗുരുത്തപ്പെട്ട് ചേർന്ന് നിൽക്കാനായാൽ, അതായത് പ്രകൃതി ഇതിനെല്ലാം ശരിയാക്കിക്കൊള്ളും, ശരിയാക്കിയതാണ് ചരിത്രം, എനിക്കറിയാം ശരിയാക്കിക്കൊള്ളുമെന്ന്, ഞാൻ അതിൽ വിശ്വാസം അർപ്പിച്ചിരുന്നാൽ മതി എന്ന് വിശ്വസിച്ചാൽ, എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്? കുഞ്ഞിനെ നമ്മൾ മുകളിലേക്ക് എറിയുമ്പോൾ കുഞ്ഞ് അവിടെ കിടന്ന് ചിരിക്കും, താഴെ വീഴും എന്നുള്ള ഒരു ഭയം അതിനുണ്ടാവുക. കാരണം എന്താ? ഓരോ തവണ മുകളിലേക്ക് എറിയുമ്പോഴും അച്ഛൻ തന്നെ പിടിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസം. താഴെ വീഴുന്നതിനെ കുറിച്ച് അയാൾക്ക് അറിയില്ല, ആ കുഞ്ഞിനെ അറിയില്ല. മുകളിലേക്ക് പോകുന്നു, അവൻ ശൂന്യതയിൽ നിൽക്കുന്നു, ആ ശൂന്യതയിൽ അവൻ അനുഭവിക്കുന്ന ഒരു വല്ലാത്ത എക്സ്പ്രസി ഉണ്ട്, അത് അനുഭവിക്കുന്നിട്ട് വീണ്ടും അച്ഛന്റെ കയ്യിലേക്ക് വരുന്നു. ഈ അവസ്ഥയെ അവൻ എൻജോയ് ചെയ്യും. അതുപോലെ 100% വിശ്വസിച്ച് പ്രകൃതിയുടെ ആ ആൽഗരിതം, ഈ എയിൽ നിന്ന് തുടങ്ങിയ ബിയിലേക്ക് എത്തിക്കുമെന്നുള്ള ആ ആൽഗരിതത്തിന്റെ മുകളിലുള്ള 100% വിശ്വാസം, ആ വിശ്വാസത്തോട് ചേർന്ന് നിൽക്കുക, ഗുരുത്തപ്പെട്ട് നിൽക്കുക, പൂർണ്ണമായും ഗുരുത്തപ്പെട്ട് നിൽക്കുക. അത് സ്ഥിരമായി ഗുരുത്തപ്പെട്ട് നിൽക്കാം, അല്ലെങ്കിലും ക്ഷണിതാവർത്തിതങ്ങളായിട്ട് ഇടയ്ക്കിടയ്ക്ക് ആവർത്തിച്ച് നമുക്ക് അതുമായിട്ട് കണക്കാകും. ഈ ചില ആളുകൾ ബസ്സിൽ കൂടെ പോകുന്ന സമയത്ത് ബസ്സിലിരിക്കുമ്പോൾ ഒരു ക്ഷേത്രത്തിന്റെ മുന്നിൽ, പള്ളിയുടെ മുന്നിൽ എത്തിയാലോട്ടല്ലേ ഇങ്ങനെ ആക്കുന്നവരാണ്. കണക്ട് ചെയ്യലാണ്. ഡ്രൈവർമാർ വണ്ടി ഓടിക്കുന്നതിന് മുമ്പ് വണ്ടി കയറി ഒന്ന് പ്രാർത്ഥിക്കുന്നതാണ്. അത് കണക്ട് ചെയ്യലാണ്. അവർ മറ്റുള്ള സമയങ്ങളിലെല്ലാം വ്യവഹാരങ്ങളിലായിരിക്കുമ്പോഴും ഈ സമയത്ത് ഈ വ്യവഹാരങ്ങളിൽ നിന്നും മാറിയിരിക്കുന്ന സമയത്ത് ഇടയ്ക്കൊരു നിമിഷം ആ ഈശ്വരീയവുമായിട്ട് കണക്ട് ചെയ്യുക, പ്രകൃതിയുടെ നിയമമായിട്ട് കണക്ട് ചെയ്യുക. ഈ കണക്ഷനിലായിരിക്കുന്ന ഒരവസ്ഥ. അങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രകൃതി അല്ലെങ്കിൽ തന്നെ ഇത് നിർദ്ധാരണം ചെയ്യും. നമ്മൾ ആ വിശ്വാസത്തിലായിരുന്നു കഴിഞ്ഞാലോ ആ വിശ്വാസം കൊണ്ട് തന്നെ ആ നിർദ്ധാരണം സ്വീകരിക്കാൻ. വിശ്വാസമില്ലാതെ ആശങ്കപ്പെട്ടാലോ പ്രകൃതി നമുക്കൊരു സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. സ്വതന്ത്രേച്ഛയിലൂടെ പോകാൻ, സ്വതന്ത്രേച്ഛയെ പ്രാപിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം. അതുകൊണ്ട് തന്നെ ഈ അൺസർട്ടൈനിറ്റി അല്ലെങ്കിൽ അനിശ്ചിതത്വം പിന്നെയും അനിശ്ചിതത്വത്തിന്റെ സമയത്ത് നമ്മൾ സന്തോഷമായിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ ഈ സന്തോഷത്തിലേക്കാണ് നമ്മളെ കൊണ്ടെത്തിക്കുക. അനിശ്ചിതത്വത്തിന്റെ സമയത്ത് നമ്മൾ വ്യാഗ്രതയെ നമ്മൾ നിരന്തരം പാലിച്ചുകൊണ്ടിരുന്നാൽ, അതിനോട് ഗുരുത്തപ്പെട്ടാൽ, അതിനോട് കേന്ദ്രീകരിച്ചിരുന്നാൽ നമ്മൾക്ക് ഈ വ്യാഗ്രതയ്ക്ക് നിദാനമാകുന്ന ഒരു കാലാവസ്ഥ പിന്നീട് നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരും. അതിലേക്ക് നമ്മളെ കൊണ്ടെത്തി. അപ്പോൾ നമ്മൾ പ്രകൃതിയോട് പ്രകൃതി ഇത്
സ്വാഭാവികമായിട്ട് അനിശ്ചിതത്വത്തെ സ്വാഭാവികമായി നിർണയം ചെയ്തുകൊള്ളും, സമ്പൂർണമാക്കിക്കൊള്ളും എന്ന ബോധ്യത്തിൽ നമ്മളായിരുന്നാൽ അതിനകത്തേക്ക് വിട്ടുകൊടുത്തിരുന്നത്, ഞാൻ ആ സമയത്ത് സന്തോഷമായി നമ്മളെ കൃത്യമായിട്ട് ആ അനിശ്ചിതങ്ങളെ എല്ലാം മറികടന്ന് ഒരു ശുഭനിർണയത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത് നമുക്ക് കാണുവാൻ. അതുകൊണ്ടാണ് നമ്മളിവിടെ പറഞ്ഞത് uncertainties will be resolved when we lay them to the will of nature. പ്രകൃതിയുടെ ഭീഷണയ്ക്കും പ്രകൃതിയുടെ ആ ഒരു നിർണയത്തിന് മുന്നിലേക്ക് നമ്മൾ നമ്മുടെ അൺസർട്ടനിറ്റീസിനെ അല്ലെങ്കിൽ നമ്മുടെ അനിശ്ചിതത്വങ്ങളെ വിട്ടുകൊടുക്കുക കഴിഞ്ഞാൽ അവൾ അത് കൃത്യമായി സോൾവ് ചെയ്യും. ഈ ബോധ്യത്തിലായിരിക്കാൻ നമുക്ക് കഴിയുമ്പോൾ നമുക്ക് ആഗതമാകുന്ന പ്രശ്നങ്ങളെയും വർത്തമാന പ്രശ്നങ്ങളെയും എല്ലാം അതിജീവിക്കാൻ, അതിനുള്ള ശക്തി ആർജിക്കാൻ ജീവിത സമൂഹത്തിലെ ആളുകൾ ചെയ്യാൻ ഈ ബോധ്യത്തിലായിരിക്കാൻ കഴിയുമാറാകട്ടെ. നമസ്കാരം. ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.